സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ പർച്ചേസിങ് വീഡിയോ ആണ്. പർച്ചേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അത് ചെയ്തതിന്റെയൊക്കെ ഇത് കാണിപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ഒരു വാട്ടർ കളർ പെൻസ് ആണ്. ഇത് നമുക്ക് കുറെ 36 പീസസ് ഉണ്ട്. അതിനകത്ത് കണ്ട ഇത്രയും കളേഴ്സ്, അതും ക്യൂട്ട് കളേഴ്സ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. അതേ കളറൊക്കെ വരും. അപ്പം ഇതിനകത്ത് ഇപ്പം ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പം നല്ല കളേഴ്സ് ആണ് ഗൈസ്. അപ്പം ഇനി എന്ന് പറയുമ്പോൾ ഇത് എപ്പോൾ ഇറങ്ങിയ നമ്മളുടെ ബുക്കിൽ ഒട്ടിക്കുന്ന ഒരു ഇതാണ്. ഇത് വെച്ചാൽ ചൈനയിലുള്ളൊരു ഇതാണ്. ചൈനയിൽ അവരാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം മേഡ് ചൈനയിലാണ്. ഇതെന്ന് പറയുമ്പം ഇതിനകത്ത് നമുക്ക് അങ്ങനെ കീറി ഒന്നും വേണ്ട, ബുക്ക് വെക്കുക, ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. ഇതിന് അങ്ങനെ പാടൊന്നുമില്ല. ഇതിന്റെ വില വരുമ്പം 120 രൂപയാണ്. 12 പീസസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതേപോലെ ഒരു കുഞ്ഞ് നെയ്സിൽപ്പുണ്ട്. അത് ചൈനയുടെ ഇതൊക്കെ വെച്ചിട്ടാണ്. ഇതിനകത്ത് അങ്ങനെ ഒന്നും ചെയ്യണ്ട, ബുക്ക് അങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഇപ്പൊ എല്ലാവരും ഇതാ വാങ്ങിക്കുന്നത്. ഇതാകുമ്പം അത്രയ്ക്കും ഒന്നും ഇങ്ങനെ കീറിയൊന്നും വേണ്ട. ബുക്കാകുമ്പോൾ അങ്ങ് ഒട്ടിച്ചാൽ മതി, വലിയ ബുക്കായാലും ചെറിയ ബുക്കായാലും. പിന്നെന്ന് പറയുമ്പോൾ ബാഗാണ്. ബാഗ് ഇച്ചിരി എടുക്കാൻ പാടാണ്. ഞാനിത് കയറ്റി വെച്ചേക്കും ബാഗ്. അപ്പം കുപ്പിയൊക്കെയാണ് ടിഫിൻ ബാഗും. ഇതെത്രയും പിന്നെ ഇതാണ് എൻ്റെ ബാഗ്. ഇതിനകത്ത് ഇവിടെ സോഫ്റ്റ് ആയി മെറ്റീരിയൽ. ഞാൻ ബ്ലാക്ക് വാങ്ങിക്കാനാണ് ഫസ്റ്റ് തന്നെ പോയത്. സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബാഗ് വാങ്ങിച്ചു. ഇത് ഗ്രീൻ കളറാണ്. ഇതെന്ന് പറയുമ്പം ഇവിടെ ഒരു ഉറയുണ്ട്. ഇവിടെ ഏകദേശം അങ്ങനെ ബോക്സ് ഒക്കെ വെക്കാം. ഇവിടെ ഒരു ഉറയുണ്ട്. പറയുമ്പോ ഇവിടെ നമുക്ക് ബുക്കും ടെസ്റ്റും ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ 2 ഉറയുണ്ട്. ഇതാകുമ്പോ 1 2 3 4 4 ഉറയുണ്ട്. ഞങ്ങൾക്ക് ഒരു 3 ഉറ മതി. ഇനി ഉറയും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇനി ബോർഡൊക്കെ വെക്കണമെങ്കിൽ അത് തന്നെയാണ്. അതേപോലെ ഇത് കുപ്പി എന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ടർ ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണ്ട. ഇവിടെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഇത് തുറക്കും. ഇവിടെ സ്ട്രോ ഉണ്ട്, ഇതെങ്ങനെ അടയ്ക്കാം. ഇതാകുമ്പോൾ ഇവിടെ റിബണും ഉണ്ട്. നമുക്ക് സ്പീസിലൊരു വാട്ടർ ബോട്ടിലാണ്. പിന്നെ വരുമ്പോൾ ലഞ്ച് ബോക്സ് ആണ് ഗൈസ്. ലഞ്ച് ബോക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കാണും. എന്നിട്ട് ഇതിനകത്തോട്ട് 2 ഇതാ വരുന്നത് വെച്ചാൽ 2 ഇങ്ങനെ ഇത് വേണം നമുക്ക് കറിയൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടി. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് തോരനോ മീനോ മുട്ട എന്നൊക്കെ വെക്കാം. പിന്നെ സ്പൂണ്, അതേപോലെ ചോറ് വെക്കാൻ പറ്റുന്ന ഈ മെറ്റീരിയലുമാണ്. നമുക്ക് ഇത് എനിക്ക് ക്യൂട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഞാൻ UKG വേറെ ഒരെണ്ണം കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ. ഇതാകുമ്പോൾ നമുക്ക് ക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലഞ്ച് ബോക്സ് എടുത്തത്. ഇത് യുവർ അമേസിങ് ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ എങ്ങനെയൊക്കെയുള്ള സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഇത് ലഞ്ച് ബോക്സ് അല്ല, സോറി ഗൈസ്. ഇത് നമുക്ക് വാട്ടർ ബോട്ടിലും ഇങ്ങനെ സ്നാക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ടിഫിൻ ബാഗാണ്. ടിഫിൻ ബാഗ് ഞാൻ UKG തൊട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിനകത്ത് ഇവിടെ ഉണ്ട്, ഇങ്ങനെ തുറക്കാം, ഇങ്ങനെ തുറക്കാം. അതേപോലെ ഇവിടെ നമുക്ക് ഇവിടാണ് എൻ്റെ മെയിൻ സിപ്പ് വരുന്നത്. ഇത് നമ്മൾ ഇച്ചിരി വലിയതാണ് ഗൈസ്. ഇതിനകത്ത് തണുപ്പ് വെക്കുമ്പോൾ തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് വെക്കുമ്പോൾ തണുത്തിരിക്കും, ചൂട് വെക്കുമ്പോൾ ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ എടുത്തു. ഇതിന്റെ കളറും നല്ലതാണ്. ഏകദേശം കൊള്ളാമല്ല, എന്നാലും കൊള്ളാം. പിന്നെ വരുമ്പം പിന്നെ ബുക്സാണ് ഗൈസ്. ബുക്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ വെട്ടം അങ്ങനെ അത്രയും ബുക്കില്ലായിരുന്നു. കുഞ്ഞു ബുക്സാണ്. ബുക്സ് പക്ഷെ കുറെ ഉണ്ടെന്നാലും ഇത് പക്ഷേ സ്കൂളിൽ മാത്രമല്ല, ഇത് ട്യൂഷനിലും അതേപോലെ ഇങ്ങനെ ഇവിടെയൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നു. അതിനൊക്കെയുള്ള നെയ്സിൽപ്പാണ്. അതുപോലെ ഇതിനകത്ത് കണ്ട വേറൊരു സാധനം, ഇത് ഫെവിക്കോളാണ് ഗൈസ്. പക്ഷെ അത് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് കുഞ്ഞു സാധനം ഞാൻ പെട്ടെന്ന് കാണിച്ചു. ഇത് നമ്മുടെ സ്റ്റാപ്ലെയറിന്റെ പിന്ന് ഒക്കെ ഇങ്ങനെ
ഇതെനിക്ക് എന്തായാലും വേണം, ഞാൻ കുത്തി കുത്തി കളയും എന്തായാലും പേപ്പറൊക്കെ കളിക്കുമ്പോൾ. ഇത് നെയ്സിൽപ്പാണ്. ഇത് നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചതാ. ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചൈനയിലെ ഇത് പേപ്പർ ഇങ്ങനെ പൊതിയാൻ പറ്റുന്ന, അതിനകത്തൊന്നും കിട്ടിയില്ല. ഇതിനകത്ത് ഒരെണ്ണം ഞാൻ എടുത്തു, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നെയ്സിൽപ്പ് പൂവിന്റെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കാർട്ടൂൺ ആക്ടേഴ്സിന്റെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബുക്ക്, നമുക്ക് ബുക്ക് കാണിപ്പിക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ബുക്ക് ഇതൊക്കെ എന്തോ ഇത് ഇംഗ്ലീഷ് ബുക്കാണ് ഗൈസ്, ഇംഗ്ലീഷ് ബുക്ക്. പിന്നെ ബുക്കോ ഇതെങ്ങനെ നമുക്ക് പല പല ബുക്സ് ആയിട്ടാണ് ഗൈസ് തരുന്നത്. ഇത് നമ്മൾ കാണിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും, അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റി. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിക്കോൺസ് ആണ്, യൂണിക്കോൺ ഐറ്റംസ് ആണ്. അപ്പൊ ഞാൻ കാണിപ്പിക്കാം ഗൈസ്. ഇത് പെൻസിലാണ്. ഇതെന്ന് പറയുമ്പം ഒരു ഇത്രയും പെൻസിൽ കാണും. എനിക്ക് പെൻസിൽ എന്തായാലും വേണം ഗൈസ്. ഞാൻ എപ്പോഴും പെൻസിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വേണം. എന്ന് വെച്ചാൽ അത്യാവശ്യമാണ് ഞങ്ങളുടെ സ്കൂളിൽ ചില സമയത്തൊക്കെ. ഇത് കട്ടറാണ് ഗൈസ്, കട്ടർ, പേന, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യൂട്ട് ഐറ്റംസ്. ഇതൊക്കെ എനിക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകത്തില്ല, എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെയുള്ള ഐറ്റംസ് എനിക്ക് കൊണ്ടുപോകാനൊക്കെ ഇഷ്ടം. എന്നാലും എനിക്ക് എല്ലാം കൂടെ കൊണ്ടുപോകാൻ അങ്ങനെ ഇഷ്ടമല്ല. പൗച്ചായപ്പോലും ഞാൻ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് അങ്ങനെ വെച്ചോണ്ടിരിക്കണം, അതാണ് എൻ്റെ. ഇതൊന്നും പന്നലാവും, സ്കൂളിൽ കൊണ്ടുപോയി എന്തായാലും പന്നലാവും. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കൊണ്ടുപോകുന്നു. ഈ വട്ടം എന്തായാലും കൊണ്ടുപോകും. എനിക്ക് ഈ വട്ടം ബോക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുപോകും. പിന്നെന്ന് പറയുമ്പോൾ ഇത് എനിക്ക് അച്ഛൻ കൊണ്ടുവന്ന ഗൈസ്, ഇത് വാങ്ങിച്ചല്ലേ ഇവിടുന്ന്. ഇത് എനിക്ക് അച്ഛൻ കൊണ്ടുവന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടറും എറേസറും കൂടെ ഒന്നിച്ച് വരുന്നതാണ്. ഇത് 4ാം ക്ലാസ് 3ാം ക്ലാസ് എല്ലാം ഉപയോഗിക്കാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ